പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ടാണ് കുവൈറ്റും ബഹ്റൈനും ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമൊക്കെ ഈ വാർത്ത വഴിവെച്ചു. ഗൾഫ് മേഖലയെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് പലരും സംശയിച്ചു. എല്ലാവരെയും ഞെട്ടിച്ച ഈ നീക്കത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകമിപ്പോ. അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇത്തരമൊരു റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ടത്. അമേരിക്കയ്ക്ക് ഇറാനുമായുള്ള ശത്രുതയിൽ പരമ്പരാഗതമായി നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരുന്ന അയൽ രാജ്യങ്ങൾ നേരിട്ട് ആക്രമണത്തിന് തുനിഞ്ഞു എന്നത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ ആകെ ഉലച്ചു. എന്നാൽ ഇത്തരം വാർത്തകൾ പുറത്തു വന്നതോടെ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും കടുത്ത ആശങ്കയിലായി. തുടർന്ന് പ്രചരിച്ച വാർത്തകൾ തള്ളിക്കൊണ്ട് കുവൈറ്റ് ഭരണകൂടം തന്നെ ഔദ്യോഗികമായി രംഗത്തെത്തി. ഇറാനെതിരായ ഒരു സൈനിക നീക്കത്തിലും തങ്ങൾ പങ്കാളിയായിട്ടില്ലെന്ന് അമേരിക്കയിലെ കുവൈറ്റ് സ്ഥാനാപതി വ്യക്തമാക്കുകയും തെറ്റായ റിപ്പോർട്ട് നൽകിയ വാൾസ്ട്രീറ്റ് ജേണലിന് കത്തയക്കുകയും ചെയ്തു. സ്വന്തം കരയോ വ്യോമപാതയോ യുദ്ധ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകില്ലെന്ന മുൻ നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് കുവൈറ്റ് ആവർത്തിച്ചു. ആക്രമണ വാർത്തകൾക്ക് പുറമെ രാജ്യത്തെ വിമാന സർവീസുകൾ നിർത്തിവെച്ചെന്നും തീവ്രവാദികളെ പിടികൂടിയെന്നുമുള്ള അഭ്യൂഹങ്ങളും അധികൃതർ നിഷേധിച്ചു. വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയ കുവൈറ്റ് അതിർത്തികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയിച്ചു. തെറ്റായ വിവരങ്ങൾ തള്ളി രാജ്യത്തിന്റെ സുരക്ഷയിലും നയതന്ത്ര നിലപാടുകളിലും വ്യക്തത വരുത്താൻ കുവൈറ്റിന് ഇതിലൂടെ സാധിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ സൃഷ്ടിക്കുന്ന അപകടം എത്രത്തോളമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നതാണ്. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ഗൾഫ് രാജ്യങ്ങൾ കാണിക്കുന്ന ജാഗ്രത എന്നും പ്രശംസനീയമാണ്. വ്യാജ പ്രചരണങ്ങളെ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും നമ്മളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാന കാരണം അവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുമായുള്ള നമ്മുടെ അടുത്ത ബന്ധമാണ്. ഓരോ മലയാളി കുടുംബത്തിന്റെയും സുരക്ഷിതത്വവും പ്രതീക്ഷകളും ഗൾഫ് രാജ്യങ്ങളിലെ സമാധാന അന്തരീക്ഷവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതയോ യുദ്ധ സാഹചര്യങ്ങളെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെയും ജോലി സ്ഥിരതയും ബാധിക്കുമോ എന്ന ഭയം സ്വാഭാവികമായും പ്രവാസി കുടുംബങ്ങളെ വേട്ടയാടാറുണ്ട്. ഇതിനു പുറമെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെ ഗൾഫ് നാടുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വിദേശ നാണ്യമാണ്. പശ്ചിമേഷ്യയിൽ ഒരു പ്രതിസന്ധി ഉടലെടുത്താൽ അത് പ്രവാസി വരുമാനത്തെയും തദ്ദേശീയ വിപണിയെയും റിയൽ എസ്റ്റേറ്റ് മുതൽ കച്ചവട മേഖലകളെ വരെയും ഗുരുതരമായി തന്നെ ബാധിക്കും. മുൻപ് കുവൈറ്റ് യുദ്ധകാലത്തെ പോലെ പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാൽ അവരുടെ പുനരധിവാസം കേരളത്തെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറും. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ ആഗോള തലത്തിലും വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിലെ പ്രധാന ഇന്ധന ഉൽപാദന കേന്ദ്രമായതിനാൽ അവിടെ ഉണ്ടാകുന്ന യുദ്ധസമാനമായ അന്തരീക്ഷം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ കൂട്ടും. ഇത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നതിനും തൽഫലമായ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഒക്കെ വഴിവെക്കും. നമുക്കറിയാം, ഇറാൻ ഇടയ്ക്ക് താൽക്കാലികമായി ഹോർമോസ് കടലിടുക്ക് അടച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. നമ്മുടെ നാട്ടിൽ ഗ്യാസ് കിട്ടുമെന്നുള്ള ആശങ്ക ഉയർന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില 3-4 ഘട്ടമായി കൂട്ടി. അതിനെ തുടർന്ന് മറ്റ് നിത്യോപയോഗ സാധനങ്ങളിലെല്ലാം വലിയ വിലക്കയറ്റത്തിലേക്ക് ചെന്നെത്തി. പച്ചക്കറി ആയിക്കോട്ടെ, ഓൺലൈൻ ഭക്ഷണമായിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനും. അപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി നമ്മളെല്ലാവരെയും പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നതാണ്. അതിനുള്ള തെളിവുകളാണ് ഈ മാസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തിയുടെ വിത്തുകൾ പാകുന്ന വ്യാജ വാർത്തകളും സംഘർഷ സാധ്യതകളും വെറുമൊരു നയതന്ത്ര തർക്കമോ ഭൂമിരാഷ്ട്ര വാർത്തയോ മാത്രമല്ല, അത് മലയാളികളുടെ അടുക്കളയെയും അതിജീവനത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. തങ്ങൾ അധ്വാനിക്കുന്ന മണ്ണിന്റെ സുരക്ഷിതത്വം ഓരോ പ്രവാസിയുടെയും ഉറക്കം കെടുത്തുമ്പോൾ നാട്ടിലിരിക്കുന്ന കുടുംബങ്ങളുടെ മനസ്സിലും അത് വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. വ്യാജ പ്രചരണങ്ങളെ വിവേകത്തോടെ തള്ളിക്കളയുമ്പോഴും പശ്ചിമേഷ്യൻ ശാന്തത എന്ന ആവശ്യത്തിൽ നിന്നും നമ്മൾ കണ്ണ് തെറ്റിച്ചുകൂടാ. കാരണം ഗൾഫ് നാടുകളിൽ പുലരുന്ന സമാധാനവും സ്ഥിരതയുമാണ് കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിനെയും അനേകം ജീവിതങ്ങളുടെ പ്രതീക്ഷകളെയും എന്നും ജീവനോടെ നിലനിർത്തുന്നത്. അതൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്. ഗൾഫിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പണം എത്തിയില്ലെങ്കിൽ അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി തന്നെ ബാധിക്കും.